പക്ഷേ പി കെ രാജു, ഞാൻ ഇന്നത്തെ മാതൃഭൂമി പത്രത്തിന്റെ എഡിറ്റോറിയൽ പേജിൽ വന്ന അന്വേഷണ റിപ്പോർട്ടിലെ ഒരു ഭാഗം വായിക്കാം. ഉപകരണങ്ങൾ കിട്ടാത്തത് കൊണ്ട് ശസ്ത്രക്രിയ മുടങ്ങാതിരിക്കാൻ സർജറി വിഭാഗത്തിൽ ഡോക്ടർമാർ പുതിയ രീതി സ്വീകരിക്കുകയാണ്. വൃക്കയിലെ കല്ല് പൊടിച്ചു നിൽക്കുന്ന ഉപകരണം RIRS ഇപ്പോൾ കിട്ടുന്നില്ല. 45,000 രൂപയാണ് വില. ശസ്ത്രക്രിയയ്ക്ക് എത്തുന്ന ഒരു രോഗിയോട് 6,000 രൂപ അടയ്ക്കാമെന്ന് ഡോക്ടർ ചോദിക്കും. അങ്ങനെ 5 or 6 പേരിൽ നിന്ന് 6,000 രൂപ വാങ്ങിയിട്ട് ഉപകരണം ലഭ്യമാക്കും. അങ്ങനെ സർജറി നടത്തും. ഈ ഡോക്ടർമാരുടെ മാനസിക സമ്മർദ്ദം കൂടി ഒന്ന് ആലോചിച്ച് നോക്കും. അവരെ സംബന്ധിച്ച് ഏറ്റവും പാവപ്പെട്ട വിഭാഗത്തിൽ നിന്ന് രോഗികൾക്ക് ചികിത്സ ലഭ്യമാക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഈ വലിയ ഉപകരണങ്ങളുടെ അനുബന്ധ ഉപകരണങ്ങൾ ലഭ്യമല്ല. അപ്പോൾ സർജറി നടത്താതിരിക്കാം, പക്ഷെ അത് വളരെ മനുഷ്യത്വ വിരുദ്ധമായിരിക്കും. അപ്പോൾ പിന്നെ പണം പിരിച്ചത് ചെയ്യുക എന്ന രീതിയിലേക്ക് പോകേണ്ടി വരുന്നു. ഇങ്ങനെ ഈ പണം പിരിച്ച് രോഗികളുടെ അടുത്ത് നിന്ന് പണം പിരിച്ച് സർജറി ചെയ്യേണ്ടി വരുന്ന സാഹചര്യത്തെ നമ്മളിങ്ങനെ കൊട്ടിഘോഷിച്ച് ഇതാ കേരള മോഡലിന്റെ അങ്ങേയറ്റം എന്ന് പറയേണ്ട വല്ല കാര്യമുണ്ടോ? ഇതാണ് അടിസ്ഥാന യാഥാർത്ഥ്യമെന്ന് അംഗീകരിക്കേണ്ടി വരില്ലേ? പിന്നെ നമ്മളിവിടെ ചർച്ച തുടങ്ങിയത്, അഭിലാഷ് തുടങ്ങിയത് ശ്രീമതി വീണ ജോർജ് പറഞ്ഞ കാര്യമായിട്ടാണ് ചർച്ച തുടങ്ങിയത്. കേൾക്കാം പറഞ്ഞോളൂ. കേൾക്കാമല്ലോ. അങ്ങ് മനസ്സിലാക്കിയിരിക്കണം. അങ്ങ് കേൾക്കൂ. ഇന്ന് ജനറൽ സർജറി ഇന്നത്തെ ദിവസം എത്ര എണ്ണം നടന്നു എന്ന് അങ്ങേക്ക് അറിയാവോ? ഗാസ്ട്രോ സർജറി എത്ര എണ്ണം നടന്നു എന്നറിയാവോ? യൂറോളജി സർജറി എത്ര എണ്ണം നടന്നു എന്നറിയാവോ? 100-ൽ പരം സർജറി നടന്നു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ. മാതൃഭൂമി മനോരമയും പറയുന്ന എഡിറ്റോറിയൽ എഴുതിയ ചർച്ചയല്ല തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന് ചരിത്രമുള്ളത്. അങ്ങ് അറിഞ്ഞിരിക്കേണ്ടതാണ്. കേൾക്കൂ. ഏതെങ്കിലും പത്രത്തിൽ വരുന്ന പത്രങ്ങളെല്ലാം എന്താണ് എഴുതുന്നത് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ജനങ്ങൾക്കും അറിയാം. പത്രങ്ങൾ എഴുതുന്ന കാര്യങ്ങളെല്ലാം ഞങ്ങൾക്ക് വ്യക്തമായി തന്നെ അറിയാം. അല്ല, അങ്ങ് അറിഞ്ഞിരിക്കാനാണ്. അങ്ങ് എന്തെങ്കിലും കണക്കിൻ്റെ അടിസ്ഥാനത്തിലാണോ സംസാരിക്കുന്നത്? അങ്ങ് അല്ല, അങ്ങ് കേൾക്കൂ. അങ്ങ് പറയുന്നത് കേൾക്കൂ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രി ലോകത്തിന് മാതൃകയായ 5 ആതുരാലയങ്ങൾ പ്രവർത്തിക്കുന്ന ക്യാമ്പസാണ്. ഇവിടെ നിന്ന് ജയിച്ചു പോയിട്ടുള്ള 16 വർഷക്കാലമായി ജയിച്ചു പോയിട്ടുള്ള ശശി തരൂർ MP-യുടെ പങ്ക് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഒരു ആംബുലൻസ് വാങ്ങിക്കൊടുത്തിട്ടുണ്ടോ? അദ്ദേഹത്തിന് ഫണ്ടില്ലാഞ്ഞിട്ടാണോ? ആണോ? പറയണം. ശശി തരൂരിൻ്റെ പങ്ക് എന്താണ്? 16 വർഷക്കാലമായി തിരുവനന്തപുരത്തെ തലസ്ഥാന നഗരിയിലെ MP ആയിരിക്കുന്ന ശശി തരൂർ ഒരു ഉപകരണം വാങ്ങാൻ, ഒരു സ്കാനിങ് മെഷീൻ, ഒരു കല്ല് യൂറോളജിയുമായി ബന്ധ പൊടിക്കൽ മെഷീൻ, ഒരു 50,000 രൂപ ചിലവാക്കിയിട്ടുണ്ടോ? ഒരു വെയിറ്റിംഗ് ഷെഡിന് കൊടുത്തിട്ടുണ്ടോ? ഇവിടെ ജിൻഡോജൻ വ്യക്തമാക്കണം. അദ്ദേഹത്തിൻ്റെ പങ്ക് എന്താണ്? തരൂരിൻ്റെ പങ്ക് പറഞ്ഞ് വ്യക്തമാക്കണം. VC കബീർ, P ശങ്കരൻ, ശിവകുമാർ ഭരിച്ചിരുന്നപ്പോൾ അടഞ്ഞ കിടന്ന ആശുപത്രിയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രി. അവിടെയാണ് 715 കോടി രൂപയുടെ വികസനവും മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രി, സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി, തിരുവനന്തപുരം SAT ആശുപത്രി, ഗോൾഡൻ ജൂബിലി ബിൽഡിംഗ് വന്നതും ഇന്ന് ഉയർന്ന് തലയെടുപ്പോടെ നിൽക്കുന്ന ഒരു വിഷയത്തിന്മേൽ അല്ല, ഒരൊറ്റ കാര്യം ഞാൻ അതിനിടയ്ക്ക് 715 കോടിയുടെ വികസനം വന്നു എന്ന് പറഞ്ഞു. 715 കോടിയുടെ വികസനം പ്രഖ്യാപിച്ചിട്ട് അതിൽ എത്ര കോടി ചെലവാക്കിയെന്ന് പറയാമോ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് പരിഹരിക്കും. അങ്ങ് മാതൃഭൂമിയിലെ എഡിറ്ററിൽ വരുന്നതും മനോരമയിൽ വരുന്ന എഡിറ്ററിൽ വരുന്ന സംഭവമല്ല. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയെ കരിവാരി തേക്കുവാൻ നിങ്ങൾ ശ്രമിക്കുന്നു എല്ലാവരും. അവിടെ നടക്കുന്ന ശസ്ത്രക്രിയയുടെ എണ്ണവും ആളിൻ്റെ എണ്ണവും ബെഡ് സ്ട്രെങ്തും അവിടെ നടക്കുന്ന ത്യാഗോജ്ജലമായ പ്രവർത്തനവും ഒരു കൂട്ടം ഡോക്ടറും അവിടെ പ്രവർത്തിക്കുന്ന ജീവനക്കാരെയും ആക്ഷേപിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ചർച്ച കൊണ്ടുപോകുന്നത്. ഇവിടെ പറഞ്ഞത് എന്താണ്? ശ്രീമതി വീണ ജോർജ് പറഞ്ഞത് എന്താണ് പറയുന്നത്? ഈ ഡോക്ടർ ഹാരിസൺ പറഞ്ഞ പ്രശ്നം പരിഹരിക്കപ്പെട്ടതിന് ശേഷം സംവാദത്തിന് വിളിച്ചിരിക്കുകയാണ്. അവിടെയാണ് ഈ 3 മന്ത്രിമാരുടെ പ്രവർത്തനം. ശരിയല്ല, സംവാദത്തിന് UDF ഭാഗത്തു നിന്ന് പ്രതിപക്ഷ നേതാവോ മറ്റു നേതാക്കളോ സന്നദ്ധമാണെങ്കിൽ സംവാദം നടത്താം. മാതൃഭൂമി ന്യൂസിലൂടെയാണ് വീണ ജോർജ് സംവാദത്തിന് വെല്ലുവിളിച്ചത്. ഈ നേതാക്കളെ ബന്ധപ്പെടാം. മാതൃഭൂമി ന്യൂസിലൂടെ തന്നെ സംവാദം ഞങ്ങൾ റെഡിയാക്കാൻ ഞങ്ങൾ സന്നദ്ധമാണ്. ഓക്കെ, അതല്ലല്ലോ ഇപ്പോഴത്തെ വിഷയം. സംവാദം നടത്താം. സംവാദം നടത്തുന്നതിന് പ്രത്യേകിച്ച് തടസ്സമൊന്നുമില്ല. സംവാദം നടത്തുന്നത് നല്ലതുമാണ്. ഡോക്ടർ ഹാരിസൺ പറഞ്ഞ വിഷയത്തിന്മേൽ ശ്രീമതി മന്ത്രി വീണ ജോർജ് ആരോഗ്യവകുപ്പ് മന്ത്രി പറഞ്ഞിട്ടുണ്ട്, മനസ്സുകൊണ്ട് ഏറ്റെടുത്തിരിക്കുകയാണ്. ആ വീഴ്ചകൾ പരിഹരിച്ചിരിക്കും. പക്ഷേ ഇവര് പുണ്യവാളൻ ചമയുകയാണ്. വ്യക്തമാക്കണം. നിങ്ങൾ പുണ്യവാളൻ ചമയുന്നോ എന്നുള്ളതേ അല്ല ഇവിടുത്തെ വിഷയം. ജനങ്ങളുടെ വിഷയം അതല്ല. ബി മുരളീധരന്റെ പങ്ക് വ്യക്തമാക്കണം. ശരി. സുരേഷ് ഗോപി ഈ കേരളത്തിന് വേണ്ടി ആതുരാലയങ്ങളിൽ എന്ത് സഹായമാണ് കൊടുക്കുന്നത്? വ്യക്തമാക്കണം. 10 പൈസയുടെ സഹായം, കേന്ദ്ര സഹായം ഈ കേരളത്തിന് ലഭിക്കുന്നില്ല, ആശുപത്രിയിൽ ലഭിക്കുന്നില്ല. ശരി, ഓക്കെ.